അവർക്ക് സ്വാഗതം. ബാലേന്ദ്രനാണെങ്കിൽ ഗോവർദ്ധനെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, ഒരാഴ്ച കഴിഞ്ഞില്ലേ, ഇനി നാളെ തൊട്ട് ഷോപ്പൊക്കെ തുറക്കാം, പണിക്കാരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞേക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഗോവർദ്ധനോട്. എന്നിട്ട് പറയും, ഗോവർദ്ധൻ ഇവിടെ വന്നിട്ട് നാളെ ഷോപ്പിലേക്ക് പോകാവൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും കോള് കട്ട് ചെയ്യും. അത് കഴിഞ്ഞ് അലീന വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ഛൻ ഇന്ന് എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. ഇല്ലെങ്കിൽ എനിക്കൊന്ന് പുറത്ത് പോകാനായിരുന്നു എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു, വല്ല അനാഥാലയത്തിനും അരിയും ഇതൊക്കെ കൊണ്ടു കൊടുക്കാനാണോ എന്ന് ചോദിക്കുകയെ. അപ്പോൾ നീ ഒറ്റയ്ക്കാണ് പോകുന്നത്, ഞാനും കൂടെ ഞാൻ നിന്നെ കൊണ്ടുവിടാന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രനോട് അലീന പറയുന്നുണ്ടായിരുന്നു, അച്ഛന് വരാൻ പറ്റാത്ത സ്ഥലമാണെന്ന് പറയും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ആ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയും കേട്ടോ. ആ റേപ്പ് ചെയ്യപ്പെട്ട ആ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാ ഇപ്പോൾ അവളെ കാണുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അലീന പറയുന്നുണ്ടായിരുന്നു, ആ കുട്ടീനെ ഇങ്ങനെ സമാധാനിപ്പിക്കാനൊന്നും ആരും ഉണ്ടാവില്ല, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവളെ ഇതാക്കാനൊന്നും ആരും ഉണ്ടാവില്ല, പക്ഷെ അവളുടെ കൂടെ ഒരുപാട് പേരുണ്ടാവും, പക്ഷെ അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ പോയിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, നീ എന്ത് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലും, ഇവിടുത്തെ അംഗമാണെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് നീ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നത്, അവർ വാദികളും നമ്മൾ പ്രതിസ്ഥാനത്തുമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ശരിയാണ്, മറുഭാഗത്ത് എൻ്റെ അനിയനായിരിക്കും, എൻ്റെ സഹോദരനായിരിക്കും, പക്ഷേ ഞാൻ ആ കുട്ടിയുടെ കൂടെയാണ്, അച്ഛൻ എന്നോട് ദേഷ്യമൊന്നും തോന്നരുതേ എന്ന് പറഞ്ഞിട്ടാട്ടോ. അപ്പോൾ അലീന പോകാൻ തന്നെ തീരുമാനിച്ചു. അച്ഛൻ പോകാൻ ഇങ്ങനെ സമ്മതം തന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ അങ്ങനെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ അച്ഛനോട്, പിന്നെ ദേഷ്യം തോന്നരുത്, അച്ഛന് അവരോട് ഒരു വെറുപ്പും തോന്നരുത്, അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബാലേന്ദ്രനാണെങ്കിലും പോകാൻ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇവിടുത്തെ അംഗമാണെന്നൊന്നും അവിടെ പോയി പറഞ്ഞേക്കരുത് എന്ന് പറയും. അപ്പോൾ നീ എങ്ങനെ പോവുക ചോദിക്കുമ്പോൾ എനിക്കറിയാവുന്ന ഓട്ടോ വിളിച്ച് പോയിക്കോളാം എന്ന് പറയും കേട്ടോ. പിന്നീട് അലീന അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അലീനയ്ക്ക് വഴിയൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്ന് രണ്ടുപേരും നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് വഴിയൊക്കെ ചോദിച്ചിട്ടാട്ടോ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അലീനേനെ കണ്ടിട്ട് ഏതൊരു പയ്യനാണെങ്കിൽ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഓടി പോകുന്നുണ്ട് കേട്ടോ. അലീനയ്ക്കാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നൊന്നുമില്ല. അലീനനെ കണ്ട പാടെ ആ പയ്യനാണെങ്കിൽ ഓടി പോവാണ്. അപ്പോൾ നേരെ അലീന ചെല്ലുന്ന സമയത്ത് കോളനിയിലുള്ള ആൾക്കാരെല്ലാം അവിടെ ഒത്തുകൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അലീനേനെ പത്രത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അവർ, അന്ന് അലീനേനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് അന്ന് പത്രത്തിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലീന ബാലേന്ദ്രൻ്റെ വീട്ടിലെ ആളാണെന്നുള്ളതൊക്കെ അവർക്ക് അറിയാവുന്നു. അതുകൊണ്ട് തന്നെ ആ പയ്യൻ ഓടിപ്പോയിട്ട് അവരുടെ എല്ലാവരുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി ബാലേന്ദ്രൻ്റെ വീട്ടിലെ ആണെന്നുള്ളത്. അപ്പോൾ അലീനേനെ അവിടെ തടഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന്. അപ്പോൾ ശരണ്യയുടെ വീട് എവിടെയാണെന്നാണ് ചോദിക്കുന്നുണ്ട് അലീന അവരോട് ഒന്നും അറിയാത്ത പോലെ. അപ്പോൾ നീ എന്തിനാ ശരണ്യനെ കാണുന്നത്, നീ ആ ബാലചന്ദ്രന്റെ വീട്ടിലെ പെണ്ണല്ലേ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ അലീനേനെ അവിടെ പിടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയും, ഇവള് ഇങ്ങനെ ശരണ്യക്ക് വിഷം കൊടുക്കാൻ വന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ലക്ഷങ്ങൾ തരാന്ന് പറഞ്ഞ് വന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും പിന്നീട് ആ പയ്യനാണെങ്കിലും അവിടെ നാട്ടുകാരെല്ലാവരും കൂടെ അലീനേനെ തടഞ്ഞു വെച്ചല്ലോ. അപ്പോൾ ഓടിപ്പോയിട്ട് ശരണ്യയുടെ സഹോദരന്മാരോട് പറയുന്നുണ്ടായിരുന്നു, ഗോപ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്ന്, ആ ബാലചന്ദ്രന്റെ വീട്ടിലെ ഒരു പെണ്ണ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരും കൂടെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ പകരം വീട്ടണമെങ്കിൽ വീട്ടിക്കോന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ഗോപനാണെങ്കിൽ ഒരു അനിയനും കൂടെ ഉണ്ട് കേട്ടോ ശരണ്യക്ക്. അപ്പോൾ ഓമനക്കുട്ട പോയിട്ട് ആ മണ്ണെണ്ണ ടിന്നെ എടുത്ത് കൊണ്ടുവരിക എന്ന് പറയും. എന്നിട്ട് ആ മണ്ണെണ്ണയും കൊണ്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. എന്നിട്ട് അലീനനെ നാട്ടുകാരെല്ലാവരും കൂടെ പിടിച്ചു വെച്ചതാണല്ലോ. എന്നിട്ട് അലീനയുടെ ദേഹത്തു കൂടെയൊക്കെ മണ്ണെണ്ണ ഒഴിക്കുകയാണ്. അപ്പോഴേക്കും ഷാജി അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഓട്ടോക്കാരൻ. അപ്പോൾ ഷാജിയുടെ പെങ്ങൾ ഓടി വന്നിട്ട് ഷാജിനോട് പറയുന്നുണ്ടായിരുന്നു, അവിടെ ഒരു പെണ്ണിനെ എല്ലാവരും കൂടെ തടഞ്ഞു വെച്ച് ഇങ്ങനെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ നിൽക്കുകയാണെന്ന് പറയും. അപ്പോൾ ഷാജി അലീന എന്നാണ് പേര് എന്ന് പറയട്ടെ. അപ്പോൾ ഷാജി ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്ന് ഓടി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഗോപനോട് പറയുന്നുണ്ടായിരുന്നു, എന്താ നീ ഈ കാണിക്കുന്നത്, ഇവൾ ബാലചന്ദ്രന്റെ വീട്ടിലെ ഇങ്ങനെ അംഗമൊന്നുമല്ല, അവൾ അവിടെ ജോലി ചെയ്യുന്നതാണ്, ഇവളെ എനിക്ക് നന്നായിട്ട് അറിയാം, ഇവളിങ്ങനെ ജോലി ചെയ്യുന്ന പൈസ ഇങ്ങനെ ഇതാക്കിയിട്ട് അനാഥാലയത്തിന് ഇങ്ങനെ സഹായം ചെയ്യുന്നതാണ്, ഇവളെ എൻ്റെ ഓട്ടോയാണ് വിളിക്കാറുള്ളത്, എനിക്ക് ഇവളെ അറിയാം, എന്താ നീയൊക്കെ ഈ കുടി കാണിക്കുന്നത്, ഇവളെ ഇങ്ങനെ മണ്ണെണ്ണ ഒഴിച്ച് ഇങ്ങനെ കത്തിക്കാൻ നിൽക്കുകയാണോ, എന്നിട്ട് നിങ്ങൾ എത്ര വർഷം ജയിലിൽ പോയി കിടക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഗോപന ഒരു അടിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അലീനേനെയും പിടിച്ച് വലിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ ഷാജിയുടെ പെങ്ങളും അതുപോലെ തന്നെ അമ്മയും കൂടെ അവിടെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ടാവും. ദേ അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും എണീറ്റ് നിൽക്കും കേട്ടോ. എന്നിട്ട് ഷാജി ആണെങ്കിലും അലീനനെ പെങ്ങളുടെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് പറയുന്നുണ്ടായിരുന്നു, മണ്ണെണ്ണ നാറിയിട്ട് അടുത്തൊന്നും നിൽക്കാൻ വയ്യ, നീ കുളിമുറി കാണിച്ചു കൊടുക്ക്, എന്നിട്ട് സോപ്പും ഷാമ്പൂ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഡ്രസ്സും കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഷാജിയുടെ പെങ്ങളെ അകത്തേക്ക് കൂട്ടി കൊണ്ടുപോയിട്ട് അവളുടെ ഒരു ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചുരിദാർ എൻ്റേതാണ്, പാകാവോന്ന് അറിയില്ല, പാകാവാനാണ് സാധ്യത, എന്തായാലും കുളിമുറിയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ശരണ്യനെ കാണാൻ വേണ്ടിയിട്ട് അലീന ശരണ്യയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ശരണ്യയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാ എൻ്റെ കൊച്ചിനെ കാണുന്നത്, അവളെ സമാധാനിപ്പിക്കാൻ എനിക്ക് പറ്റുമെന്ന് പറയുമ്പോൾ എന്തായാലും ശരണ്യനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അലീനയ്ക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ്